UDF സർക്കാർ ജീവനക്കാരെ ദ്രോഹിക്കുന്നുവെന്ന് ആരോപിച്ച് FSETO മലപ്പുറം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ഭരണത്തിൽ കയറി 3 മാസം പിന്നിടുമ്പോൾ 3 മരണമാണ് ജീവനക്കാരുടെ ഇടയിൽ സംഭവിച്ചതെന്നും അന്യായമായ സ്ഥലമാറ്റങ്ങളിലൂടെ ജീവനക്കാരുടെ അവകാശങ്ങൾക്കാണ് സർക്കാർ തടയിടുന്നതെന്നും ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും V ശശികുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഞങ്ങളാരും ഈ പെട്ടെന്ന് ഈ ഗവൺമെന്റിനെതിരെ ഭരണത്തിൽ ഒരു സമരത്തിന് വരാൻ ആഗ്രഹിച്ചവരല്ല. ഒരു 5-6 മാസം കഴിയട്ടെ, ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാലോ എന്നെല്ലാം കരുതി ഇരിക്കുകയായിരുന്നു. പക്ഷേ അടങ്ങിയിരിക്കാൻ കേരളത്തിലെ ജനാധിപത്യ ബോധമുള്ള മനുഷ്യരെ അടങ്ങിയിരിക്കാൻ അനുവദിക്കില്ല എന്ന മട്ടിലുള്ള പ്രകോപനമാണ് കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സർവ്വമേഖലയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പത്രത്തിൽ വായിച്ചതനുസരിച്ച് ഇതിനകം 3 മാസത്തിനിടയിൽ 20,000 ജീവനക്കാരെ കേരളത്തിൽ സ്ഥലം മാറ്റി എന്നാണ് വാർത്ത. 20,000 ജീവനക്കാരെ കേരളത്തിൽ സ്ഥലം മാറ്റാൻ ഒരു ഓർഡറില്ല. ജീവനക്കാരുടെ ജീവൻ അപഹരിക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചിരിക്കുന്നത്. ഇത് മാപ്പർഹിക്കാത്ത ഒരു കുറ്റമാണ്. ഇവിടെ എനിക്ക് ശേഷം സംസാരിക്കാനുള്ള നേതാക്കളും സംസാരിക്കുന്നതിനോട് കുറച്ച് സമയം ഞാൻ എടുക്കുന്നത്. 3 പേരുടെ ആത്മഹത്യ അഥവാ കൊലപാതകത്തിന് ഉത്തരവാദിത്വമാണ് 3 മാസം കൊണ്ട് കേരള ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നത്. ധർണയിൽ സരിത അധ്യക്ഷത വഹിച്ചു. ഫെസ്റ്റോ നേതാക്കളായ RK ബിനു, വിജയകുമാർ, സിദ്ധാർത്ഥ്, EK നഹീം, N പ്രദീപ്, NV വിജയൻ, രാജേഷ് എന്നിവരും സംസാരിച്ചു. കേരള വിഷൻ, മലപ്പുറം.